നസ്രത്ത് എന്നാൽ പുഷ്പിക്കുക എന്നർത്ഥം. പരിശുദ്ധ അമ്മയെ നസ്രത്തിലെ പുഷ്പം എന്ന് വിശേഷിപ്പിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിൽ ഒരുപാട് തവണ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ ദൈവദൂതനാൽ മംഗളവാർത്ത അറിയിച്ചു കിട്ടിയ പുണ്യ ദേവാലയമാണ് ഇത്. മാതാവിന്റെ ഭവനം ഇരുന്ന സ്ഥലം ഗ്രോട്ടോയായി സൂക്ഷിച്ചിരിക്കുന്നു. ലില്ലി പുഷ്പത്തിനോട് മാതാവിനെ ഉപമിച്ചിരിക്കുന്നു എന്ന ആശയത്തിൽ വിടർന്നു നിൽക്കുന്ന ലില്ലിപ്പൂവിന്റെ ആകൃതിയിലാണ് ഈ ദേവാലയത്തിന്റെ മനോഹരമായ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 8 നസ്രത്തിലെ ലില്ലി പുഷ്പത്തിന്റെ ജന്മദിനം. മാനവകുലത്തെ രക്ഷിക്കുവാൻ ദൈവം തീരുമാനിച്ചതിന്റെ അടയാളം. മേരി ഒരടയാളം. ഈ മണ്ണിൽ മേരി ഒരടയാളം. തന്റെ സ്വർഗാരോപണത്തിന് ശേഷം ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പരിശുദ്ധ അമ്മ തന്റെ പ്രത്യക്ഷീകരണം നൽകിയതിന്റെ അടയാളം ഓരോ നാടിന്റെയും പേര് ആലേഖനം ചെയ്ത് ഈ ദേവാലയത്തിന് പുറത്തുള്ള പ്രദക്ഷിണ വേദിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആദ്യ നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് സ്വർഗാരോപണത്തിന് ശേഷം പരിശുദ്ധ അമ്മ ആദ്യ പ്രത്യക്ഷീകരണം നൽകാൻ നമ്മുടെ കുഞ്ഞു നാടിനെ, നമ്മുടെ കൊച്ചു കുറുവലങ്ങാടിനെ തിരഞ്ഞെടുത്തു. കൊറോണ എന്ന ഈ മഹാവ്യാധിയുടെ നാളിൽ പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിൽ നമ്മുടെ മുത്തിയമ്മ നസ്രത്തിൽ പിറക്കുന്നു. എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 8 മണിക്ക് മാതാവിന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നടക്കുന്ന ഈ പ്രദക്ഷിണ വേദിയിൽ എല്ലാ രാജ്യങ്ങളെയും സമർപ്പിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്താറുണ്ട്. ഇനി മുതൽ നമ്മുടെ മുത്തിയമ്മയും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഈ പ്രഥമ സ്ഥാനത്ത് ഇന്ന് സ്ഥാനം പിടിക്കുകയാണ്. ഈ സുന്ദര സുദിനത്തിന്റെ കാഴ്ചകളിലേക്കും പ്രാർത്ഥനകളിലേക്കും അനുഗ്രഹങ്ങളിലേക്കും നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏകദേശം 11 മാസമായി ജെറീക്കോയിൽ നിർമ്മാണത്തിലായിരുന്ന മുത്തിയമ്മയുടെ ഈ മൊസൈക്ക് ചിത്രം കഴിഞ്ഞ ദിവസം നസ്രത്തിൽ എത്തിച്ചേർന്നു. നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഏലിയ കട്ടക്കയവും നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സും നസ്രത്തിലുള്ള ഒരു ഫാമിലിയും ജോസ്ന സന്തോഷം ചേർന്ന് ഈ തിരുസ്വരൂപം ഏറ്റുവാങ്ങുന്നതിൻ്റെ വികാരഭരിതമായ നിമിഷങ്ങളിലേക്ക്.
First of all, we have the main celebrant of the day, His Excellency, Most Reverend George Panthony. I'm very proud to introduce him to you all for the first time in the history of Holy Land. He is the first priest from Kerala, is nominated by our Holy Father as an apostolic delegate. Most Reverend Father, we are very happy and proud to have you here as the main celebrant of the day. Hearty welcome to you, Father. Let me say it in Malayalam too, because the Kurolingana people are waiting to see this wonderful day. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു പ്രീസ്റ്റ് ഇസ്രായേലിലെ അപ്പസ്റ്റോളിക് ഡെലിഗേറ്റായി നമ്മുടെ ഹോളി ഫാദറിനാൽ നിയമിതനായിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫാദർ ഫോർ അക്സെപ്റ്റിംഗ് അവർ ഇൻവിറ്റേഷൻ. Next we have with us Right Reverend Hannah Kaldani, Patriarchal Vicar of Israel. We are very happy and proud to have you here with us. Hearty welcome, Father. I extend my hearty welcome, the most prominent personality among us, none other than Father Bruno. He helped us with this project at his support, and always his support is always appreciated. Even though he is not here, Father Bruno, hearty welcome to you. I extend my hearty welcome to Mr. Pavan Kumar Pal, the diplomat of the Embassy of India in Israel. Thank you, sir, for accepting our invitation. A happy welcome to you. Next, we have Father Pradeep. As we all know, all of us Indians are dedicated to Indian chaplaincy, and Father Pradeep is quite new. He is the in charge of the Kerala community in Indian chaplaincy. His support and service is always appreciated, and he is always with us. Thank you, Father, and a hearty welcome to you. And we have Mr. Joshi, sir. Also, he's from the Embassy. Actually, from the beginning of this project, Mr. Joshi sir is with Sister Alia. The Kurolingana people, first of all, he contacted him, and through Joshi sir, it came to Father Toji, and through Father Toji, this project came to Sister Alia. We are very happy and proud to have Mr. Joshi sir here. Sir, a hearty welcome to you. And we have Father Kennedy. He is living in Nasrat. He is from the congregation of Don Gorella. He is doing a noble profession of taking care of teaching the differently abled children. His service is also very appreciated, and he is always there for us whenever we need him. Thank you, Father Kennedy. A hearty welcome to you. And next we have sisters and brothers and Indian priests from different communities. Their service also is appreciated. A hearty welcome to you all. And next,
the all invited friends, also from Tel Aviv, from different places of Israel. Even though we are very busy in this crisis time, all of you took your spacious time to come over here and to be part of this program. Hearty welcome to you all. And last but not least, the Kuruvalangan people. From the beginning of this project, they are contact with Australia. They are the right hand of Australia through Mr. Joshi sir. Let me say it in Malayalam also. ഏകദേശം ഒരു വർഷവും കുറച്ച് മാസങ്ങളുമായി ഈ ഒരു സുന്ദര സുന്ദരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ കുറവലങ്ങാടുണ്ട്. പാലാരൂപതയിലെയും കുറവലങ്ങാട്, സ്പെഷ്യലി കുറവലങ്ങാട് ഇടവകയിലെ നല്ലവരായ ആൾക്കാരെയും പ്രത്യേകിച്ച് അവിടുത്തെ പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ് ആൻഡ് ദി വെരി റെസ്പെക്റ്റഡ് വികാർ ഓഫ് ദി കുറവലങ്ങാട് ഇടവക. ഹാർട്ടി വെൽക്കം ടു യു ഓൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ സുന്ദര സുദിനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. Thanks to you all and enjoy. Let us begin the celebration with peaceful mind and prayer. Thank you. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തും. എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും. ഇതാ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. സ്വസ്തി ജപമാലരാജ്ഞി, സ്വസ്തി ഭൂസ്വർഗരാജ്ഞി, പരിശുദ്ധ കന്യാമറിയമേ അമ്മേ അഭയമേ, വാഴ്ക നീ വാനിൽ ഉഷകാലതാരമായി, വാഴ്ക നീ വാനിൽ ഉഷകാലതാരമായി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അളവുകളില്ലാത്ത നന്മരൂപ, അതിരുകളില്ലാത്ത സ്നേഹരൂപ, ആശയോടെ ഞങ്ങളാശ്രയം തേടുന്നു.
അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയേകിടാം ബലിയർപ്പകനൊപ്പം ബലിയായിടാം ബലവാനു സ്തുതി പാടിടാം ബലിയർപ്പകനൊപ്പം ബലിയായിടാം ബലവാനു സ്തുതി പാടിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപ സ്മരണയിൽ അനുരഞ്ജിതരായി അർപ്പിതരാകാം കൂദാശയിൽ അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയേകിടാം സ്നേഹം മാനസമാകെ നൽകാമി സ്നേഹ കൂട്ടായ്മയിൽ സോദര സ്നേഹം മാനസമാകെ നൽകാമി സ്നേഹ കൂട്ടായ്മയിൽ ജീവൻ പകരും ഈ തിരുയാഗം അർപ്പിച്ചിടാം ഈ വേളയിൽ ജീവൻ പകരും ഈ തിരുയാഗം അർപ്പിച്ചിടാം ഈ വേളയിൽ അൾത്താരയിൽ
അണിചേർന്നിടാം അൾത്താരയിൽ അനുതാപമോടെ അണിചേർന്നിടാം ബലിയേകിടാം. Now it's my turn. I'm waiting for a few minutes. And before I thank the whole assembly, I have a special invitation and we have a special member with us. That is none but Mr. Osama, who has done the hard work to create this mountain. So we call him to honor. It is the tradition of India to honor the person who is great with a shawl and with a gift. So we call Mr. Osama and we are proud to call him Sir. Please come. He is a humble but very, very great, intelligent. പതിനൊന്ന് മാസമായി നടക്കുന്ന നമ്മുടെ മുത്തിയമ്മയുടെ തിരുസ്വരൂപ നിർമ്മാണത്തിൽ ചുക്കാൻ പിടിച്ച ശില്പിയാണ് ഇദ്ദേഹം, മിസ്റ്റർ ഒസാമ. അദ്ദേഹത്തിൻ്റെ സമർപ്പണത്തെക്കുറിച്ചും ആത്മാർത്ഥതയെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ നമ്മുടെ സിസ്റ്റർ ഏലിയായ്ക്ക് 100 നാവായിരുന്നു. കേരളീയ തനിമയിൽ അദ്ദേഹത്തെ ആദരിക്കുവാൻ ഈ അൾത്താരയിൽ വെച്ച് തന്നെ അമ്മ അവസരം ഒരുക്കി. We are very proud of you. Thank you and God bless you. Now we call Father Pradeep. It's an image of Taj Mahal. It is an image of Taj Mahal because he is very beautiful in preparing the icons. So it is for his memory in the institution wherever he is. Thank you, not only you and your team. God bless you and we are very proud of you. ആൻഡ് ഫൈനലി നമ്മുടെ ബഹുമാനപ്പെട്ട മദറിനെ, സിസ്റ്റർ ഏലിയ കട്ടക്കയത്തിനെ ആദരിക്കുവാനുള്ള സമയമായി. തീർച്ചയായും സിസ്റ്റർ ഏലിയ കട്ടക്കയം അത് അർഹിക്കുന്നുണ്ട്. കുറവലങ്ങാട് മുത്തിയമ്മ നസ്രത്തിൽ എത്തിയെങ്കിൽ ഇവിടെ നമുക്ക് ആ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കുവാൻ കാരണമായെങ്കിൽ അതിന് പിന്നിൽ സിസ്റ്റർ ഏലിയ കട്ടക്കയത്തിൻ്റെ കഠിനാധ്വാനവും പ്രാർത്ഥനയും സമർപ്പണവും ആദരിക്കപ്പെടേണ്ടത് തന്നെയാണ്. Sister Elia Katakaya, who was behind almost an year for this project, and she really deserved an honor in our traditional way. I heartily invite Father George and Father Pradeep together to honor our mother. ദിവ്യബലിക്കും വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങിനുമൊക്കെ ശേഷം ഞങ്ങൾ സെൻറ് ജോസഫ് ദേവാലയത്തിൽ നിന്നും ലുത്തിനിയ ചൊല്ലി ഭക്തിപൂർവം പരിശുദ്ധ മുത്തിയമ്മയുടെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് മുത്തിയമ്മയെ പ്രതിഷ്ഠിക്കുവാനുള്ള
വിശിഷ്ട സ്ഥലത്തേക്ക് പോയി. പുണ്യഭൂമിയാം ഇസ്രായേലിന്റെ മണ്ണിൽ ഈ മഹാവ്യാധി നാളിൽ, പുണ്യഭൂമിയാം ഇസ്രായേലിന്റെ മണ്ണിൽ ഈ മഹാവ്യാധി നാളിൽ നിന്റെ ദർശനത്തിരുമുഖം കാണുവാൻ തിരുവുള്ളമായൊരമ്മേ, നിന്റെ ദർശനത്തിരുമുഖം കാണുവാൻ തിരുവുള്ളമായൊരമ്മേ, ത്രിലോകനാഥേ കനിവായിടണേ, ത്രിലോകനാഥേ കനിവായിടണേ. ദേവപുത്രന്റെ അമ്മേ, കരുതലേകുന്നൊരമ്മേ, ആശ്രിതർക്കാലംബമേകും ഉറവിലങ്ങാട് മുക്തിയമ്മേ. പ്രദർശനം കഴിഞ്ഞ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ബ്ലെസ്സിങ് ചെയ്തതിന് ശേഷം ഒരു രാത്രി മുഴുവൻ മാതാവിൻ്റെ വീടിൻ്റെ മാതാവിൻ്റെ ഗ്രോട്ടയുടെ മുന്നിൽ വിശ്രമിച്ചു. അത് കഴിഞ്ഞ് 8-ാം തീയതി ഞങ്ങൾ മാതാവിനെ ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ്. പല കാരണങ്ങളും ലോക്ക്ഡൗൺ എമർജൻസി ആയിട്ട് വന്നതിനാലും നമ്മൾ ഇത് ഭാഗമായി ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇന്ന് സന്തോഷത്തോടെ ഞങ്ങൾ മുത്തിയമ്മ ഇവിടെ വയ്ക്കാൻ പോവുകയാണ്. അത് മുത്തിയമ്മ വയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ കുറവിലങ്ങാട് പാരിഷ് എല്ലാവരെയും, നമ്മുടെ പാലാരൂപതയെയും കേരളം മൊത്തവും ലോകം മൊത്തവും മാതാവിൻ്റെ കയ്യിൽ അർപ്പിച്ചുകൊണ്ടും നമ്മളോട് പ്രാർത്ഥന യാചിച്ച എല്ലാവർക്കും നമ്മൾ മാതാവിനോട് അനുഗ്രഹം യാചിച്ചുകൊണ്ടും നമ്മുടെ ഓരോ കുടുംബത്തെയും മാതാവ് എല്ലാവിധ അനുഗ്രഹങ്ങളും തന്ന് നമ്മളെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞാൻ മാതാവിന് ഒരു മുത്ത് കൊടുക്കാൻ പോവുകയാണ്. സോ നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് കുറവിലങ്ങാടുകാർ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്, നമ്മുടെ എല്ലാ വീട്ടുകാരും നമ്മുടെ കുടുംബത്തിലുണ്ട്. എല്ലാവർക്കും മാതാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പേര് ലൈവിൽ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ലോക്ക്ഡൗൺ പ്രഖ്യാപനം ഉണ്ടാവുകയും ഇന്ന് ഈ ദേവാലയം
ക്ലോസ്ഡ് ആയിരിക്കുമെന്ന് നമുക്ക് അറിയിപ്പ് കിട്ടിയതിൻ്റെയും വെളിച്ചത്തിൽ നമുക്ക് തിരുക്കർമ്മങ്ങൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വന്നു. എല്ലാവരും ക്ഷമിക്കുക. എന്നാലും ഞങ്ങളുടെ മാക്സിമം നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇത് കാണാൻ ആഗ്രഹിച്ചവർക്കും കാണാൻ സാധിക്കാതെ പോയവർക്കും ഇത് ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നന്മ നിറഞ്ഞ മറിയം നമുക്ക് ഒരുമിച്ച് ചെല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. കുറവലങ്ങാട് മുത്തിയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഇസ്രായേലിന്റെ മണ്ണിൽ ഈ മഹാവ്യാധി നാളിൽ പുണ്യഭൂമിയാം ഇസ്രായേലിന്റെ മണ്ണിൽ ഈ മഹാവ്യാധി നാളിൽ നിന്റെ ദർശനത്തിരുമുഖം കാണുവാൻ തിരുവുള്ളമായൊരമ്മേ, നിന്റെ ദർശനത്തിരുമുഖം കാണുവാൻ തിരുവുള്ളമായൊരമ്മേ. ത്രിലോകനാഥേ കനിവായിടണേ, ത്രിലോകനാഥേ കനിവായിടണേ. ദേവപുത്രന്റെ അമ്മേ, കരുതലേകുന്നൊരമ്മേ, ആശ്രിതർക്കാലംബമേകും ഉറവിലങ്ങാട് മുക്തിയമ്മേ. സാന്ത്വനമേകുമമ്മേ.